സേമിയയും കൊണ്ട് നമുക്ക് വീട്ടിലുള്ള 1-2 ഇൻഗ്രീഡിയൻസ് വെച്ച് അടിപൊളിയായിട്ട് ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് ഇന്ന് തയ്യാറാക്കുന്നത്. അപ്പോൾ ഈ ചൂട് സമയത്ത് നമ്മുടെ നോമ്പ് കാലത്ത് അടിപൊളിയായിട്ട് നോമ്പ് തുറക്കുന്ന സമയത്തിൽ ഇതിലൊരു ഗ്ലാസ് കഴിക്കുകയാണെങ്കിൽ സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും, നല്ല ആശ്വാസമായിരിക്കും. അപ്പോൾ അതെങ്ങനെ തയ്യാറാക്കണമെന്ന് നോക്കാം. ഫ്ലെയിം ഓണാക്കി ഒരു പാൻ വെച്ച് കൊടുക്കുക. അതിലോട്ട് ഇതുപോലത്തെ ചെറിയ സ്പൂണിൽ കുറച്ച് നെയ്യൊന്ന് ചേർത്ത് കൊടുക്കുക. അപ്പോൾ നെയ്യൊന്ന് ചൂടാവുന്ന സമയത്തിന് എന്തെങ്കിലും നട്ട്സ് കയ്യിലുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക. മുന്തിരി ചേർക്കരുത്, ബദാമോ അണ്ടിപ്പരിപ്പോ എന്തെങ്കിലും ചേർത്ത് കൊടുക്കുക. അപ്പോൾ മുന്തിരി ചേർക്കുമ്പോൾ അതൊന്ന് വെന്ത് കളറ് വേറെ ആയിപ്പോവും, അതുകൊണ്ടാണ് അത് ഒഴിവാക്കാൻ പറഞ്ഞത്. പിന്നെ നമുക്ക് വേണ്ടത് സേമിയമാണ്. സേമിയം ഏറ്റവും കുറഞ്ഞ അളവിൽ മതിയാകും, ഒരു 20 ഗ്രാമോളം സേമിയം മതിയാകും. അതായത് ഇത്രയും ഞാൻ എടുത്തിട്ടുള്ളൂ, കൂടിപ്പോകരുത്, എന്നാൽ നല്ല കട്ടിയായിരിക്കും. ഇത് നമ്മൾ നല്ല ട്രിങ്കായിട്ട് നല്ല ലൂസായിട്ടുള്ള ഇതിലാണ് നമ്മൾ തയ്യാറാക്കുന്നത്. അപ്പോൾ അത് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ചെറിയ രീതിയിൽ അതൊന്ന് ചൂടാവുന്ന സമയത്തിന് ഇനി നമുക്ക് ഇതിലോട്ട് പാല് ചേർത്ത് കൊടുക്കണം. അപ്പോൾ പാലിൻ്റെ അളവ് നിങ്ങൾ ഒരു 1/2 ലിറ്ററോളം പാലെടുക്കുക ഇത്രയും സേമിയത്തിന്. അതിൽ നിന്ന്